രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മക്കളെ, മനു, എടാ വിനു, പോയി കിടന്നോളി. നിങ്ങളുടെ ഈ അപ്പനുണ്ടല്ലോ, വർത്തമാനം പറഞ്ഞാൽ പിന്നെ നേരം വെളുക്ക് വരെ പറയും. കുട്ടിയോളും ഷീനയും ഷൈനിയും ഭക്ഷണം കഴിച്ച് നേരത്തെ അവരവരുടെ ബെഡ്റൂമിലേക്ക് പോയി. വിനു, മനു, നിങ്ങളും പോയിക്കോടാ. ഇന്ന് ഇരട്ടകളായ തൻ്റെ ആൺമക്കളുടെ കല്യാണമായിരുന്നു. ഇരട്ട പെൺകുട്ടികളെ തന്നെയാണ് അവർക്ക് മരുമകളായി കിട്ടിയത്. അത്താഴം കഴിഞ്ഞ് അവരുടെ ഭാര്യമാർ ബെഡ്റൂമിലേക്ക് പോയി. ബാലേട്ടൻ ഇപ്പോഴും മക്കളോട് വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കളിച്ച് വെറുതെ സമയം കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവരുടെ ആദ്യരാത്രി കൂടിയാണല്ലോ ഈ സമയത്തും. അത് മനസ്സിലാക്കാതെ ബാലേട്ടൻ ചുമ്മാ വർത്തമാനം പറഞ്ഞ് കുട്ടികളെ ബോറടിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് അമ്മയായ ഗൗതമി ഇടപെട്ടത്. ഹോ, ആശ്വാസം. അമ്മ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ആദ്യരാത്രി അച്ഛൻ കൊളാക്കിയനെ. താങ്ക്സ് അമ്മേ എന്ന് രണ്ടുപേരും അച്ഛൻ കേൾക്കാതെ അമ്മയോട് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇരുവരും സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ഇതിനിടെ വിനുവിന്റെ ഫോൺ റിംഗ് ആയപ്പോൾ അവനതെടുത്ത് മുകളിലെ ഹാളിന്റെ ജനലരികിൽ പോയി ആകാശം നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മനു ഇതിനിടെ ബെഡ്റൂമിലേക്ക് കയറി. അവന്റെ പെണ്ണ് അവിടെ അവൾ കൊണ്ടുവന്ന ബാഗിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അലമാരിയിൽ അടുക്കി വെക്കുകയായിരുന്നു. മനു പുറകിൽ ചെന്ന് പോയി കെട്ടിപ്പിടിച്ചു. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചുണ്ടിൽ അവൻ പ്രേമചുംബനം നൽകി. അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിച്ച്. അയ്യോ, ഇത് മനുവല്ലേ? വിനുവല്ലല്ലോ. അയ്യോ, ഇത് ഞാൻ വിനുവിന്റെ ഭാര്യ. നിങ്ങൾക്ക് ആള് മാറി. അപ്പുറത്തെ ബെഡ്റൂമിൽ അവളുള്ളത്. അങ്ങോട്ട് പോ, ആശം എന്നും പറഞ്ഞ് അവൾ മനുവിനെ തള്ളി മാറ്റി. മനുവിന്റെ ചെകിട്ട് നോക്കി അവൾ കൈവീശി ആഞ്ഞൊരു അടിയും കൊടുത്തു. മനുവിന്റെ കരണം പുകഞ്ഞുപോയി. സോറി, ഐ ആം സോറി. മനുവിന് അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായി. അവൻ വേഗം വാതിൽ നിന്ന് പുറത്തിടന്ന് തന്റെ ബെഡ്റൂമിലേക്ക് പോയി. ഈ സമയം അത്രയും വിനു ജനലരികിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അടികൊണ്ട ചെകിടും തടവി കൊണ്ടുവന്ന മനു ഉടനെ അകത്ത് കയറി ധൃതിൽ പേടിച്ചെന്ന പോലെ വാതിലടക്കുന്ന കണ്ട് അവന്റെ ഭാര്യ ഷൈനി ഞെട്ടിത്തിരിഞ്ഞ് ചോദിച്ചു, എന്താ എന്താ മനു ഇങ്ങനെ പേടിച്ച പോലെ? എന്തു പറ്റി? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? എടി ഷൈനി, ഞാൻ ബെഡ്റൂം മാറി കയറി നീയാണെന്ന് കരുതി വിനുവിന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പോയി. അത് കേട്ട് മനുവിന്റെ ഭാര്യ ഞെട്ടി. അപ്പൊ വിനു ഉണ്ടായില്ല അവിടെ? അവൾ കലിപ്പോടെ ചോദിച്ചു. അവൻ ഹാളിന്റെ ജനലരിയിൽ നിന്ന് ഫോൺ ചെയ്യായിരുന്നു. സോറി, ക്ഷമിക്കടി, അറിയാണ്ട് പറ്റിപ്പോയതാ. അവൾ മനുവിന്റെ മറ്റേ ചെകിടത്ത് ആഞ്ഞൊരു അടി വെച്ച് കൊടുത്തു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ, അവിടുന്ന് കിട്ടിക്കാണല്ലോ ഇതുപോലൊരു അടി. അടി കൊണ്ട് രണ്ട് കവിളും മാറി മാറി തലോടി അവൻ കൊച്ചു കുഞ്ഞിനെ പോലെ തലകുനിച്ച് മൂളി. അന്ന് നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്ത്? മനുവിന്റെ ഭാര്യ അന്നത്തെ ആ സംഭവം ഓർത്തെടുത്തു. തന്റെ ബോയ് ഫ്രണ്ട് മനു താനാണെന്ന് കരുതി തന്റെ ചേച്ചിയുടെ ചുണ്ട് കടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. ആലോചിച്ചപ്പോൾ തന്റെ ഭാഗത്തും തെറ്റുണ്ട്. അവനെക്കുറിച്ച് ചേച്ചിക്കൊരു സൂചന പോലും നൽകാൻ തനിക്കായില്ലല്ലോ. ചേച്ചി പറയുന്നു അവന് ഉമ്മ വെക്കാൻ ശ്രമിച്ചപ്പോൾ തല വെട്ടിച്ച് മാറ്റവേ അവന്റെ ചിരവ പോലുള്ള പല്ല് ചുണ്ടിൽ കൊണ്ട് മുറിഞ്ഞെന്നാണ്. ഷൈനിക്കറിയാം അവന്റെ പല്ല് മുത്തുപോലെ മനോഹരമാണ്. ആ പല്ല് കാട്ടിയുള്ള അവന്റെ ചിരിയാണ് അവന്റെ മാസ്റ്റർ പീസ്. ചേച്ചിയുടെ ചുണ്ടിൽ അവന്റെ പല്ല് കൊണ്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ചേച്ചി, ഞാൻ കുറച്ച് ലോഷൻ പുരട്ടി തരട്ടെ? എന്തോന്ന് വായിലെ ലോഷൻ? നിങ്ങളൊന്നും പറയിപ്പിക്കരുത്. എന്താ സംഭവിച്ചെന്ന് തെളിച്ച് പറയും ചേച്ചി. ഓ, അത് കേട്ടിട്ടുണ്ടെന്ന് നിനക്ക് പുളകം കൊള്ളാൻ അല്ലേ? ഏയ്, ഒരിക്കലല്ല, ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയാ. അതൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ബോയ് ഫ്രണ്ട് കുട്ടി നിനക്കുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ. എങ്കിലും അവന്റെ ചലനങ്ങൾ ഒരു കരുതലോടെ സമീപിക്കായിരുന്നു. നിനക്ക് അവനോട് എന്താ പ്രേമാണോ? ചേച്ചി, അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ്, അത്രയേ ഉള്ളൂ. ചെറിയൊരു ഫ്രണ്ട്ഷിപ്പോ? കൊള്ളാം. അതവന്റെ അപ്രോച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ ബന്ധമൊന്നുമല്ല നീ അവനും തമ്മിൽ. കാണിച്ചു കൊടുക്കുന്നുണ്ട് നാളെ ഞാൻ അവനെ. ചേച്ചി നല്ല കലിപ്പിലാണ്, ഇപ്പൊ ഒന്നും കേൾക്കില്ല. ഷൈനി മൗനം പൂണ്ട് നിന്നു. ഷൈനി, സത്യം പറയും, നിനക്ക് അവനോട് പ്രേമുണ്ടോ ഇല്ലയോ? എന്റെ ഷീന ചേച്ചി, ഇല്ല. സത്യം സത്യം തന്നെ പറയണം, കാരണം ഞാൻ നാളെ അമ്മാതിരി ബ്രേക്കപ്പാ ഉണ്ടാക്കാൻ പോകുന്നു. അതിലവന്റെ പ്രേമം ഒലിച്ചു പോവുകയെ, പിന്നെ ജന്മത്തിൽ അവന് നിന്റെ അടുത്ത് വരില്ല. അങ്ങനെയൊന്നും വേണ്ട ചേച്ചി. അപ്പൊ പ്രേമുണ്ടല്ലേ? ഷീന കണ്ണുരുട്ടി ചോദിച്ചപ്പോൾ ഷൈനി തലകുനിച്ചു. സത്യത്തിൽ അവന് നിന്നോടുള്ള പ്രേമം തന്നെയാണോ? അതിൽ ചേച്ചിക്കുന്ന സ്കൂളിൽ വെച്ച് ചുണ്ടത്ത് കിട്ടിയത് നിർത്തുന്നുണ്ടോ ഷൈനി? ഇരട്ടകളായ നമ്മൾ തമ്മിൽ 5 മിനിറ്റ് പ്രായ വ്യത്യാസം ഉള്ളുവെങ്കിലും ഉള്ള കുറച്ച് അറിവ് വെച്ച് പറയുക. ഇതൊക്കെ പ്രേമല്ല, മുതലെടുപ്പാ. ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ചേച്ചി നിന്നു കൊടുത്തതോ? ചേച്ചിക്ക് അതിന് ഒഴിഞ്ഞു മാറാൻ പറ്റിയോ? അവൾ എടുത്തടിച്ച പോലെ ചോദിച്ചു. ഞാൻ ആസ്വദിച്ച് നിന്നു കൊടുത്തതാണെന്നാണ് നീ കരുതുന്നത്? ഇടി പട്ടി, കഴുതി പൊട്ടി. നീ തന്നെ വേണം എന്നോട് അങ്ങനെ പറയാൻ. 2-3 വർഷം മുമ്പ് ഒന്നിച്ച് SSLC ഫൈനൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ അവസാന പരീക്ഷ ഇടാന്ന് രാവിലെ നീ വീണ് വലത്തേ ഒടിച്ചു വെച്ചില്ലേ? അത് കാരണം പഠിപ്പിച്ചായ നിനക്ക് SSLC ആ വർഷം തോൽക്കേണ്ടി വന്നില്ലേ? പിന്നെ സപ്ലിമെന്ററി എക്സാം വേണ്ടി വന്നില്ലേ വീണ്ടും ജയിക്കാൻ? അത് കാരണം നീ ഒരു വർഷം പാഴാക്കി. ഇപ്പോഴും നീ +2 അവസാന പരീക്ഷ അവസാനത്തെ 2 എക്സാമിന് ബാക്കി നിൽക്കെ ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ വീണ് കാലൊടിച്ച് വെച്ചിരിക്കുന്നു.
നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിനിടയിൽ അച്ഛനാമ നിന്റെ ID ടാഗും ഹാൾ ടിക്കറ്റ് സ്കൂൾ ബാഗും തന്നിട്ട് എന്നെ നിന്റെ വട്ടക്കണ്ണാടി സ്കൂൾ യൂണിഫോം ഇടിച്ച് നീ എഴുതിന്റെ എക്സാമിന് തള്ളി പിടിക്കായിരുന്നില്ലേ? പൊതുവേ ധൈര്യവതി എന്ന് വീമ്പിളക്കുന്ന ഞാൻ പേടിച്ചാണെങ്കിലും കൂടുതൽ ആരെയും കോൺടാക്ട് ചെയ്യാതെ പരിചയമുള്ള സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും എക്സാം എഴുതി വരാമെന്ന് കരുതിയല്ലേ ഈ സാഹസത്തിന് മുതിർന്ന്? അതിനിടയിൽ അവിടെ ഒരു ഓഞ്ഞ പ്രേമവും തൂക്കി പിടിച്ച് ബോയ് ഫ്രണ്ട് മുന്നിൽ വന്ന് വിട്ടത്. അവനായിട്ട് ഉടക്കാൻ ഞാൻ നീയല്ലെന്ന് അവന് മനസ്സിലാക്കിയ അവൻ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ആൾമാറട്ടം വലിയ കുറ്റ. നിനക്കറിയാലോ ഇന്നത്തെ സാമൂഹിക സാഹചര്യം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി എന്നെ തിരിച്ചറിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പോയി എനിക്ക് മാത്രമല്ല നിനക്കും നമ്മുടെ കുടുംബത്തിന് മൊത്തം പ്രശ്നമാവുമല്ലോ. അപ്പോൾ അവൻ്റെ ആക്ടിവിറ്റിക്കെതിരെ പ്രതികരിച്ച ഈ പ്രയത്നമൊക്കെ വെറുതെ ആവില്ലേ? ശരി, സോറി ചേച്ചി, റിയലി സോറി. ഷൈനി ക്ഷമാപണം നടത്തി. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അപ്പോഴേക്കും പപ്പ ഷൈനിക്കുള്ള ക്രച്ചസുമായി എത്തി. മമ്മി അടുക്കളയിൽ നിന്ന് വന്നു. ഷീനമോൾ ഷൈനിയുടെ എക്സാം എഴുതി കഴിഞ്ഞ് നേരത്തെ വന്നോ? മമ്മിക്ക് അത്ഭുതമായിരുന്നു. ഇത്രയും വലിയൊരു യുദ്ധത്തിന് പോയിട്ട് കുറേ സമയം വീട്ടിലിങ്ങനെ ഷൈനിയോട് മാത്രം സംസാരിച്ചെന്ന് സമയം കളഞ്ഞത്. എക്സാം എഴുതി വിജയിച്ചു വന്ന ത്രില്ലിനേക്കാളും ഷൈനിയുടെ പേഴ്സണൽ മാറ്ററാണല്ലോ തൻ്റെ ഉള്ളിൽ മുഴുവൻ. പരീക്ഷ എഴുതാൻ പോയതിനെ കുറിച്ച് ഒരു ഫുൾ പിക്ചർ നൽകേണ്ടതാണ് സാധാരണഗതിയിൽ. ഇവിടെ ചുണ്ടും മുറിഞ്ഞു. അതിനാൽ അതിന്റെ വിശദീകരണം ചോദിച്ചാൽ ഷൈനി കുറെ കൂടി അപഹാസ്യയാവും. 10-15 മിനിറ്റായി മമ്മി, ബാത്റൂമിൽ പോയിരിക്കാനും ചേച്ചി. അതിന് മറുപടി പറയാൻ ചേച്ചി ചുണ്ടുപൊട്ടിയത് കാരണം അമ്മ അറിയാതിരിക്കാൻ പാടുപെടുന്ന കണ്ടപ്പോൾ ഷൈനി വേഗം കയറി പറഞ്ഞു, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്ന മോളെ? തൻ്റെ വായിൽ നിന്ന് കേൾക്കാതെ ഏതെങ്കിലും ഒരു അമ്മ അടങ്ങിയിരിക്കുമോ? അമ്മയുടെ അടുത്ത ചോദ്യം വന്നു. ഇനി മറുപടി പറഞ്ഞേ പറ്റൂ. അവൾ ചുണ്ടിനെ കൈകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ മമ്മി, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. ആരെങ്കിലും തിരിച്ചറിഞ്ഞ മോളെ? ആ, എങ്കിലും ഞാനിപ്പോൾ ലോക്കപ്പിൽ ഉണ്ടായേനെ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. തൻ്റെ ചുണ്ട് കാണാതിരിക്കാൻ അവൾ പല്ലിനുള്ളിൽ ഒരു ചുണ്ട് കയറ്റി വെച്ചു. അപ്പൊ പപ്പയുടെ പ്ലാൻ സക്സസ് അല്ലേ മക്കളെ? പപ്പ വന്ന് ഷീനക്ക് അഭിനന്ദനം അറിയിച്ചു. നാളെ ഒരെണ്ണം കൂടി എഴുതിക്കിട്ടേ രക്ഷപ്പെട്ടു അല്ലേ? പപ്പ ആശ്വസിച്ചു. പിറ്റേന്ന് രാവിലെയും ഷൈനിയുടെ സ്കൂൾ വേഷം അണിഞ്ഞ് പരീക്ഷ എഴുതാൻ ബസ്സിൽ പുറപ്പെട്ടു. ഷീനയും ഷൈനിയും അത്രയ്ക്ക് രൂപസാദൃശ്യമുള്ള പെൺകുട്ടികളാണ്. വൈകി എക്സാം ഹാൾ കയറി വേഗം പുറപ്പെടാമെന്ന തന്ത്രം തന്നെയാണ് ഇപ്രാവശ്യം ഷീന ഉദ്ദേശിക്കുന്നത്. സ്കൂൾ ഗേറ്റിലെത്തിയതും മനു റെഡിയായി സ്കൂൾ ഗേറ്റിന് മുൻപിൽ തന്നെ നിൽക്കുന്ന കണ്ടു. പതിവ് പോലെ ഷൈനിയെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഷീനയെ കണ്ടത് അവൻ ഓടി വന്നു. അവളുടെ കൈ പിടിച്ച് എന്നും ഇരിക്കാനുള്ള ക്യാമ്പസിലെ ആ സിമെന്റ് ബെഞ്ചിലേക്ക് കൊണ്ടുപോയി കാലമാടൻ. ഇവനിത് വേറെ പണിയൊന്നില്ലേ? അവൾ വിചാരിച്ചു. അവളെ അവിടെ ഇരുത്തി അവനും ചേർന്നിരുന്നു. ഇവനെന്തിനാ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്? ഇന്നലെ രാത്രിയിലും ബസ്സിൽ വെച്ച് നോക്കിയ പാഠഭാഗങ്ങൾ ഷീന ഷൈനിയുടെ വട്ടക്കണ്ണടിയിലൂടെ ഒന്നുകൂടി നോക്കി വായിക്കുന്ന പോലെ സമയം കളയാം. പഠിച്ചു തീർന്നില്ലേ ഷൈനി? തീർന്നു. ഷൈനി, ഇന്നലെ താൻ മുഖം പിടിച്ചു കളഞ്ഞ്. ആ സ്റ്റെയർ കേസിന്റെ ലാൻഡിൽ വെച്ച് മനു ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. ഓ അതോ, എനിക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നു. 2 വർഷത്തെ നമ്മുടെ പ്രണയത്തിനുള്ള ആദ്യമായിട്ടാ. സമയം കിട്ടുമ്പോൾ നീ ഞാനും പരസ്പരം ചോദിച്ചു വാങ്ങാറുള്ളൂ അല്ലേ വാങ്ങാച്ചുള്ള ചുംബനങ്ങൾ. താനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് കാണുന്നത് എന്താ? അത് ശരി, അപ്പൊ ഇത് പതിവാണല്ലേ? തൻ്റെ പുന്നാര സഹോദരി കൊള്ളാം. വെറുതെ ഇല്ല കാലമാടി അപ്പപ്പ വീണ് കയ്യും കാലും ഒടിയുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല, എക്സാമിന് ടെൻഷൻ. ആർക്ക്? പഠിപ്പിസ്റ്റ് നിനക്കോ? മനു കളിയാക്കി. അതെ, ഇവിടെ ഒന്ന് തൊട്ടോട്ടെ. എൻ്റെ അമ്മോ, അവൾ ഞെട്ടി. എവിടെ? അവൻ ഷീനയുടെ കവിള് കാണിച്ച് പറഞ്ഞു. ഇവിടെ. എന്തിനാ തൊടുന്ന്? അല്ല, എന്നത്തിൽ നിന്ന് നല്ല മിനുസം കാണുന്നുണ്ടല്ലോ. ഈശ്വര, കണക്കായി ഈ കുരിപ്പിൻ്റെ ഒരു ദുരാഗ്രഹം. ഡി, വിരലിൻ്റെ അറ്റം വെച്ച് ഞാനൊന്ന് തൊട്ടോട്ടെ. കഷ്ടം, അവൾ വിചാരിച്ചു. ഇന്നത്തോണ്ട് ഇവൻ്റെ ശല്യം തീർക്കണം. ഇന്ന് നീ തൊട്ടോടാ, തൊട്ടോ. ഇന്ന് നിന്റെ അവസാനത്തെ തൊടലാണ് മോനെ. ആയിക്കോട്ടെ, മനു തൊട്ടോ. പ്രണയഭവ്യതയോടെ പറഞ്ഞു മനു വിരലറ്റം വെച്ച് ഷീനയുടെ കവിളിൻ്റെ അറ്റം സ്പർശിച്ചു. എനിക്ക് സ്വർഗം കിട്ടിയോ? അവൾ ഉള്ളിൽ ചോദിച്ചു. പരീക്ഷയ്ക്ക് സമയമായി. കൃത്യസമയത്ത് ഹാളിൽ കയറി എക്സാം എഴുതി ആൻസർ പേപ്പർ ഏൽപ്പിച്ച് വേഗം പുറത്തിറങ്ങി. സ്റ്റെയർ കേസിൽ അതാ മനു നിൽക്കുന്നു. എനിക്കൊരെണ്ണം താടി. ഇനി എന്നാ നമ്മൾ കാണുക? അത്രയും ദിവസം പിടിച്ചിക്കണ്ടേ? തരാടാ, നനയ്ക്കാൻ തരാം. എങ്കിലും ഇങ്ങനെ ചോദിച്ചു. തരട്ടെ ഞാൻ? ഒന്ന് പൊട്ടിച്ചാലാ കവിളത്ത്. ഷീന ആലോചിച്ചു. ഷൈനിയുടെയും മനുവിൻ്റെയും പ്രേമം പവിത്രമാണെങ്കിൽ താൻ ചെയ്യുന്ന തെറ്റാണ്. അവരെ പിരിക്കാൻ ശ്രമിക്കുന്ന പാപമാണ്. രാവിലെ തന്നെ സ്പർശിച്ചതിന് ഇന്നലെ ചുംബിച്ചതിന് ഒരു പൊട്ടീരി കൊടുക്കുന്നത് ശരിയാണ്. തന്നെ അന്യപുരുഷൻ തൊട്ടതിന് താൻ കൊടുക്കുന്ന ശിക്ഷ അത് വേറെ കാര്യം. അവനവളോട് യഥാർത്ഥ പ്രണയമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അവർ പ്രേമം തുടരട്ടെ. താടി സമയം കളയാതെ. മനു ധൃതി കൂട്ടി. ഇന്നാ പിടിച്ചോ. ഷീന കൈവീശി അവൻ്റെ കവിളത്തൊന്ന് പൊട്ടിച്ചു. മാങ്ങാച്ചുളയിൽ ഈച്ച പറക്കണ കണ്ട? അല്ല പൊന്നീച്ച. തൻ്റെ പ്രണയിനെ എന്തിനാ തന്നെ തല്ലിയെന്നറിയാതെ അവൻ വാ പൊളിച്ച് നിന്നു. വീട്ടിലെത്തിയിട്ട് മനു ഷോക്കിൽ നിന്ന് മോചിതനായിട്ടില്ല. ഷൈനിയെ ഓർക്കുമ്പോഴേക്ക് അറിയാതെ കവിളത്ത് കൈവച്ച് പോകും. എന്താണ് അവൾക്ക് പറ്റിയത്? എക്സാം എഴുതാൻ നന്നായി പറ്റിയില്ലേ? പഠനത്തിൽ ഉഴപ്പനായ തനിക്ക് പോലും ഈസിയായി തോന്നിയ ചോദ്യങ്ങളായിരുന്നു അവസാന ദിവസത്തെ മൈക്രോബയോളജി എക്സാമിൽ വന്നത്. അതായിരിക്കില്ല, വേറെന്തോ കുഴപ്പമുണ്ട്. 2 ദിവസമായി ഫോൺ സ്വിച്ച് ഓഫാണ് അവളുടെ. അവൾക്ക് വിളിക്കാതിരിക്കാനാവില്ല.
അവനവൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ട്. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പിറ്റേന്ന് വിളി വന്നു. ഹലോ മനു. എന്താ? നിനക്ക് സുഖാണോടാ? എന്താ നീ തല്ലിയപ്പോൾ ഞാൻ ചത്തുപോയിന്ന് വിചാരിച്ചോ? അതല്ലടാ, ഞാനല്ലേ നിന്നെ തല്ലിയത്. ഓ, അപ്പോൾ വല്ല ബാധയുടെ പുറത്തേട്ട് വെച്ച് രക്ഷപ്പെടാനാ പരിപാടിയല്ലേ? എനിക്ക് ബാധ കൂടിയൊന്നല്ല, പിന്നെ അന്യനായിരിക്കും. മനു, ഞാൻ വീണ് കാലൊടിഞ്ഞിരിക്കുക. ബെസ്റ്റ്, പണ്ട് ദൂരം പോണം. ഇപ്പൊ ദൈവം അപ്പപ്പോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു. കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴിതാ കണ്ടു. ദുഷ്ട, അപ്പൊ തനിക്ക് എന്നോട് സ്നേഹം ഒട്ടുമില്ല അല്ലേ? അവൾ കരഞ്ഞ്. അവളുടെ തേങ്ങലാവൻ ഫോണിലൂടെ കേട്ടു. ഉണ്ടല്ലോ, അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ 3 ദിവസം നിരാശാകാമുനായിട്ട് അലഞ്ഞിടക്കുന്നത്. എടാ, ഞാൻ വീണ് കാലൊടിഞ്ഞ് 2 എക്സാം ബാക്കി നിൽക്കുമ്പോഴാ എനിക്ക് പകരം അവിടെ വന്ന് എക്സാം എഴുതി ഷീന ചേച്ചിയാ. അമ്മേ! മനുവിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടായതും കരിഞ്ഞുപോയി. എടി, സത്യമാണ് ഈ പറയുന്നത്? ഷൈനിമുത്തേ, ഷീന ചേച്ചി വേറെ വല്ലതും പറഞ്ഞോടി? പറഞ്ഞോന്നോ? നീ എന്നെ അവിടെ ചുണ്ടത്ത് കാണിച്ചു വെച്ചേക്കുന്നത്? നിന്ന് കത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ആകെ വഷളായി അവൻ മനസ്സിൽ കരുതി. ഹലോ മനു, ഹലോ. കുറേ സമയം അങ്ങേ തലക്കിൽ നിന്നൊരു ഒച്ചയൊന്നും ഉണ്ടായില്ല. എന്താ, കാറ്റ് പോയോ? നീ മിണ്ടണ്ട. പുരുഷനായ അവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും എടുത്തു. നീ എൻ്റെ കാര്യങ്ങളല്ലേടി? നീയാണെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീയും ചേച്ചിയും ക്ഷമിച്ചെനിക്ക് മാപ്പ് താടി. ആലോചിക്കട്ടെ. ഞാൻ ഇനി എങ്ങനെ ഷീന ചേച്ചി ഫേസ് ചെയ്യുന്ന ചിന്തിക്കുക. നേരത്തെ ഉണ്ടായതൊരു ചങ്കിൽ കൊടുത്ത ടെൻഷനാണെങ്കിൽ ഇപ്പോഴുള്ള തല പൊളിക്കുന്ന ടെൻഷനാടി. നിന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ ചേച്ചിയാ പറഞ്ഞു. അടിയാന്നോട് ചേച്ചിയുടെ നടപടിക്രമം അപ്പോഴേ കഴിഞ്ഞിരുന്നു. അതോർത്ത് ദുഃഖിക്കണമെന്ന് പറയാൻ പറഞ്ഞു. തല്ലുതെന്നും പറഞ്ഞോ? അവന് ചമ്മൽ കൊണ്ട് കരച്ചിൽ വന്നു. അല്ല പിന്നെ. സോറി, ഷൈനി ചേച്ചിയോടും സോറി പറയണം. വിവരം യഥാസമയം അറിയിക്കാതെ ഞാനല്ലേ മനു തെറ്റുകാരി. സോറി, എന്നോട് ക്ഷമിക്കണം മനു. എന്നാലും നിന്റെ ചേച്ചി പുലിയാണ് കേട്ടോ. പരസ്പരം ക്ഷമാപണം നടത്തി അവരുടെ പ്രേമബന്ധം നിലനിർത്തി പോന്നിരുന്നു. അതിനിടെ മനുവിനെ വിനു എന്നൊരു ഇരട്ട സഹോദരനെന്ന കാര്യം മനസ്സിലാക്കി ഷൈനി ചേച്ചി പിന്നെ അവനെ ചൂണ്ടയിട്ട് പ്രേമിക്കായിരുന്നു. ഇന്നത് യുവാത്തിൽ കലാശിച്ചു. ഇനിയെങ്കിലും പരസ്പരം മാറാൻ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചെണ്ടയാവും. കവലിൽ കെട്ടിത്തൂക്കിയ ചെണ്ട 2 ഭാഗത്തുനിന്ന് 2 വശത്തും അടിയുള്ളൂ. അയ്യോ എൻ്റെ അമ്മോ, വേണ്ടേ. അത് കേട്ട് മനു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഷൈനിയെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീണു.